أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعلنا ابن مريم وأمه آية وآويناهما إلى ربوة ذات قرار ومعين. صدق الله العظيم. സൂറത്തുൽ മുഅ്മിനൂൻ 50. വജഅൽന നാം ആക്കുകയും ചെയ്തു ഇബ്ന മറിയമ മറിയമിൻ്റെ പുത്രനെ ഉമ്മഹു മറിയമിനെയും എന്നർത്ഥം അവൻ്റെ മാതാവിനെയും ആയത്തൻ ഒരു തെളിവ് ആവൈനാഹുമ അവരെ ഇരുവരെയും നാം അഭയം നൽകുകയും അവരിരുവർക്കും നാം അഭയം നൽകുകയും ചെയ്തു. ഇലാ റബുവത്തിൻ ഒരു പീഠഭൂമിയിലേക്ക്. റബുവ എന്ന് പറഞ്ഞാൽ പീഠഭൂമിയാണ്. ദാത്തി ഖറാരിൻ ശാന്തതയുള്ള അല്ലെങ്കിൽ സമാധാനമുള്ള, വ മഈൻ നീരുറവ അല്ലെങ്കിൽ അരുവി ഉള്ളതുമായ. മൂസ അലൈഹിസ്സലാമിനെ കുറിച്ചാണല്ലോ മുകളിൽ പറഞ്ഞു വരുന്നത്. ആ മൂസ അലൈഹിസ്സലാമിൻ്റെ അനുയായികൾ ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രബോധിതർ, അവർ മുഹ്ലക്കീൻ നശിപ്പിക്കപ്പെടുന്നവരിൽ പെട്ടവരായി തീർന്നു. അന്ന് അദ്ദേഹത്തോട് കൂടെ രക്ഷപ്പെട്ട ആളുകൾ അവരാണ് ബനി ഇസ്രായേല്യർ. ആ ബനി ഇസ്രായേല്യരെ കുറിച്ചുള്ള നിലപാട് എന്താണ്? അവർക്ക് കിതാബ് നൽകി എന്ന് മുകളിൽ പറഞ്ഞു. മൂസ അലൈഹി ഇസ്ലാമിന് കിതാബ് നൽകി. ഈ ഫിറൗനിനും അതുപോലെ ബനി ഇസ്രായേല്യർക്കും ഹിദായത്തിലാകാൻ വേണ്ടി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ബനി ഇസ്രായേല്യർ ആ കിതാബിനെയൊക്കെ തള്ളിപ്പറഞ്ഞു, അല്ലെങ്കിൽ കൂടെ കൊണ്ട് നടന്നുകൊണ്ട് തന്നെ അവഗണിച്ചു കളഞ്ഞു. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ദീനിൽ നിന്ന് അവർ തെറ്റിപ്പോയി. അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദൃഷ്ടാന്തമായി കാട്ടിക്കൊടുത്തത് ഈസാ അലൈഹി ഇസ്ലാമിനെയും ഉമ്മയെയുമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈസാ അലൈഹി ഇസ്ലാം ഒരു ആയത്താണ് എന്നും ഉമ്മ വേറൊരായത്താണ് എന്നും പറയുന്നതിന് പകരം വജഅൽന ഇബ്ന മറിയമ വ ഉമ്മഹു ആയ, ഈസാ അലൈഹി ഇസ്ലാമിനെയും മറിയം ബീവിയെയും കൂടി ഒറ്റ ആയത്താക്കി നിശ്ചയിച്ചു എന്നാണ് പറയുന്നത്. ആദ്യം പറയുന്നത് ഈസാ നബിയാണ്, ഇബ്നു മറിയം എന്ന് പറയുന്നത്. അഥവാ പിതാവില്ല എന്ന വസ്തുത കൂടുതൽ തെളിയിച്ചു കാട്ടാനാണ് ആദ്യം അത് പറയുന്നത്. പിതാവില്ലാതെ ജനിക്കുക തൗറാത്തിൽ വിശദീകരിച്ചിട്ടുള്ളതായിരുന്നു. പിതാവില്ലാതെ മസീഹി വരുമെന്നും പിതാവില്ലാതെ ജനിക്കുമെന്നുമൊക്കെ. അതുകൊണ്ട് തന്നെ ഈസാ അലൈഹി ഇസ്ലാം ജനിച്ച് സമയത്ത് തൊട്ടിലിൽ വെച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ ബനി ഇസ്രായേല്യരാകുന്ന മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കിതാബിൻ്റെ പിന്മുറക്കാരും വാഹകരുമായ ആളുകൾ ആഘോഷിച്ചു. കാരണം അവരുടെ കയ്യിലുള്ള കിതാബിൽ പറഞ്ഞ വാഗ്ദത്ത മസീഹ് ജനിച്ചിരിക്കുന്നു. അങ്ങനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റി. അതുപോലെ മറിയമിനെയും, മറിയം ബീവി ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ മാതാവ് വളർന്നത് തന്നെ ജെറൂസലേമിൽ മസ്ജിദുൽ അഖ്സയിലാണ്. അവരുടെ വിശുദ്ധി സൂറത്ത് മറിയമിലും സൂറത്ത് ആൽ ഇമ്രാനിലും അല്ലാഹു തആല തെളിയിച്ചു കാട്ടിയത് നമ്മൾ വിശദീകരിച്ചതാണ്. അങ്ങനെ ഇവർ ഈ പിതാവില്ലാതെ, വിശുദ്ധയായ മറിയമിൽ പിതാവില്ലാതെ ജനിക്കുന്ന കുഞ്ഞ്, ഇത് അവർക്ക് അള്ളാഹുവിൻ്റെ വാഗ്ദാനം പുലരുന്നതിൻ്റെയും അവൻ്റെ കിതാബ് സത്യമാണ് എന്നതിൻ്റെയും ഒരടയാളമായിരുന്നു. ആ നിലക്ക് അവർ വേണ്ടിയിരുന്നത് ഈസാ അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും പിൻപറ്റുകയുമൊക്കെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ജൂതന്മാരാകുന്നത് തന്നെ ഈസാ അലൈഹി ഇസ്ലാമിനെ തള്ളിപ്പറയുകയും നിഷേധിക്കുകയും വിശുദ്ധയായ മറിയം ബീവിയെ
വ്യഭിചാരിണിയായും ഈസാ അലൈഹി സ്വലാമിനെ ജാരസന്തതിയായും ആക്ഷേപിക്കുകയും പിന്നീട് കൊല്ലാൻ നോക്കുകയും കുരിശിൽ തറച്ച് കൊല്ലാൻ നോക്കുകയും അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയുമാണ് ചെയ്തത്. എന്നിട്ടും പിന്നെ ഇന്നാ ഖതൽന ഈസ ഇബ്നു മറിയം റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലാണെന്നും പറഞ്ഞുകൊണ്ട് വന്ന ഈസ ഇബ്നു മറിയമിനെ ഞങ്ങൾ കൊന്നുകളഞ്ഞു എന്ന് അവകാശപ്പെടുകയായിരുന്നു ചെയ്തത്. അതൊക്കെ നിലവിലുള്ള ജൂതന്മാരുടെ ലലാലത്തിൻ്റെ തെളിവാണ്. അതാണ് ഇവിടെ ആ ശൈലിയിൽ പ്രത്യേകം എടുത്തു പറയുന്നത്. മൂസ അലൈഹി സ്വലാമിൻ്റെ കൂടെ കൂടിയ ആളുകൾ, ഹൂദ് അലൈഹി സ്വലാമിൻ്റെ കൂടെ ആദ് ഗോത്രത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് കൂടിയ ആളുകൾ പിൽക്കാലത്ത് വഴിതെറ്റി. അതുപോലെ സാലിഹ് നബിയുടെ കൂടെ കൂടിയവർ പിൽക്കാലത്ത് വഴിതെറ്റി. പിന്നീട് അയക്കപ്പെട്ട പല നബിമാരുടെയും ജനത നശിപ്പിക്കപ്പെടുമ്പോൾ നബിയുടെ കൂടെ നിന്ന ആളുകൾ അവർ പിൽക്കാലത്ത് വഴിതെറ്റിയതാണ്. അതുപോലെ മൂസ അലൈഹി സ്വലാം നിയോഗിക്കപ്പെട്ടപ്പോൾ എതിർത്ത ഫിറൗൻ നശിപ്പിക്കപ്പെട്ടു. കൂടെയുള്ളവർ ബനി ഇസ്രായേല്യർ അവർ തൗറാത്തിൻ്റെ വാഹകരായി. എന്നാൽ പിൽക്കാലത്ത് വഴിതെറ്റി എന്നതിൻ്റെ തെളിവാണ് തൗറാത്തിൽ പരാമർശിച്ചിട്ടുള്ള ഈസാ അലൈഹി സ്വലാമിനെ തള്ളിക്കളഞ്ഞു എന്നത്. അതാണ് ഇവിടെ അത് പരാമർശിക്കുന്നതിൻ്റെ ഉദ്ദേശം. വജഅൽന ബിന മറിയമ വഉമ്മഹു ആയ വആവൈനാഹുമാ ഇലാ റബുവത്തിൻ ദാത്തി ഖറാരിൻ വമഈൻ. അവർക്കിരുവർക്കും പീഠഭൂമിയിലേക്ക്, റബുവത്ത് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലമാണ്. ഇതെവിടെയാണ് സ്ഥലം എന്നതിനെക്കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈസാ അലൈഹി സ്വലാമിൻ്റെ ജന്മസ്ഥലമായി ഇന്ന് തിരുപ്പിറവി ചർച്ച് എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ കൊണ്ടാടുന്ന ഒരു സ്ഥലമുണ്ട്, ബൈത്തുൽ ലഹ്ം, ഇറച്ചിപ്പുര എന്ന് അറബിയിൽ പറയുന്ന ബത്ലഹേം ദേവാലയം. അവിടെയാണ് ഈസാ അലൈഹി സ്വലാം ജനിച്ചത് എന്ന് ആണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. AD 325 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഭാര്യയാണ് ആ ചർച്ച് ഉണ്ടാക്കുന്നത്. അതുവരെ അവിടെ ഒന്നുമില്ല. അതിന് ഈസാ അലൈഹി സ്വലാം ജനിച്ചത് അവിടെയാണ് എന്നതിന് ചരിത്രപരമായി യാതൊരു തെളിവും യഥാർത്ഥത്തിലില്ല. അത് പിൽക്കാലത്ത് ഉണ്ടായതാണ്. ഈസാ അലൈഹി സ്വലാമിൻ്റെ ജന്മസ്ഥലമായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, മറിയം ബീവി ഗർഭം തികഞ്ഞപ്പോൾ ഫന്തബദത് മിൻ അഹ്ലിഹ മക്കാനൻ ഷർഖിയ, സൂറത്ത് മറിയമിൽ അവരവരുടെ അഹ്ലുകാരിൽ നിന്ന് കിഴക്കുള്ള ഭാഗത്തേക്ക് പോയി എന്നാണ്. അഥവാ ബൈത്തുൽ മഖ്ദിസിൻ്റെ കിഴക്ക് ഭാഗത്ത്, ആ ബൈത്തുൽ മഖ്ദിസിൽ തന്നെ ഇപ്പോൾ മക്കയിൽ കഅബയിൽ താമസിച്ചിരുന്ന ആൾ കഅബയുടെ കിഴക്കോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? മക്കക്കകത്ത് തന്നെ കഅബയുടെ കിഴക്ക് ഭാഗത്ത് കുറച്ച് അകലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അവിടെ വെച്ചാണ് ജനനമൊക്കെ നടക്കുന്നത്. പിന്നീട് അഭയം നേടിയ സ്ഥലം, ജനങ്ങളുടെ രൂക്ഷമായ എതിർപ്പുണ്ടായപ്പോൾ മറിയം ബീവിയും ഈസാ അലൈഹി സ്വലാമും മാറി താമസിച്ച് അഭയം തേടിയ സ്ഥലമാകാൻ സാധ്യതയുണ്ട് ബൈത്തുലഹം. കാരണം അത് നിരുറവയുള്ള ഒരു ഉയർന്ന പ്രദേശം തന്നെയാണ്. ഇപ്പോഴും അങ്ങോട്ട് കയറി ചെല്ലാൻ വലിയ കയറ്റം കയറിയിട്ട് വേണം ആ ചർച്ച് നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ. അതുകൊണ്ട് പിന്നീട് അവർ ജീവിച്ച സ്ഥലം അത് തിരിച്ചറിഞ്ഞ ആളുകൾ അവിടെ പള്ളി ഉണ്ടാക്കുകയും അവിടെയാണ് ജനനവും നടന്നത് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തതാകാൻ കനത്ത സാധ്യതയുണ്ട്. അല്ലാഹു അഅലം. അതൊരു ഉയർന്ന സ്ഥലമാണ്. അവിടെയാണ് പിന്നീട് താമസിച്ചത്. പിന്നീട് ജെറൂസലേം എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് 10 കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ പറയുന്ന ബത്ലഹേം ദേവാലയത്തിലേക്ക്. അവിടേക്ക് അങ്ങനെ 10 കിലോമീറ്റർ അകലേക്ക് 2 മണിക്കൂറോളധികം സമയം നടന്ന് മാറി താമസിച്ചതായിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബത്ലഹേം എന്ന് പറയുന്നത് ഈ റബുവ ആകാൻ സാധ്യതയുണ്ട്. അല്ല റാമല്ലയാണ് എന്ന് പണ്ഡിതന്മാർ ചിലർ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുത്തനോട് നീ റാമല്ലയിൽ വെച്ച് റബുവയിൽ വെച്ച് മരിക്കും എന്ന് പറയുകയും അദ്ദേഹം റാമല്ലയിൽ വെച്ച് മരിക്കുകയും ചെയ്തതായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഈസാ നബിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, വേറൊരാളോട് പറഞ്ഞതാണ്. അത് ഉയർന്ന സ്ഥലമായതുകൊണ്ട് അത് തന്നെ ആവണം ഇത് എന്ന് അതിൻ്റെ അർത്ഥം ഉണ്ടാകണമെന്നില്ല. ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതയായിട്ട് അല്ലാഹു തആല പറയുന്നത് ദാത്തി ഖറാരിൻ, അത് ഉറപ്പുള്ള അല്ലെങ്കിൽ സ്ഥിരതാമസത്തിന് പറ്റിയ
പറ്റിയ സ്ഥലം എന്ന അർത്ഥത്തിലാണ് ദാത്തി ഖറാറിൻ എന്ന് പറയുന്നത്. മഴീൻ, ജലലഭ്യത, മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങളാണല്ലോ ഈ അറേബ്യൻ പ്രദേശങ്ങൾ ഒക്കെ. അവിടെയൊക്കെ താമസിക്കാൻ വേണ്ട ഒന്നാമത്തെ കാര്യം വെള്ളം കിട്ടുക എന്നതാണ്. അങ്ങനെ വെള്ളം കിട്ടാനുള്ള അരുവി ഈ പീഠഭൂമിയുടെ താഴ്വാരത്ത് നിന്ന് ധാരാളമായിട്ട് നീരുറവകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അഭയം നൽകി എന്നാണ് പറയുന്നത്. അഭയം നൽകിയ വിവരം പറയാനല്ല ഇതിവിടെ പറയുന്നത്, പകരം അഭയം നൽകേണ്ടി വന്നു എന്ന വസ്തുത സൂചിപ്പിക്കാനാണ്. അഥവാ തങ്ങളുടെ തൗറാത്തിൽ പറഞ്ഞ ഈസാ അലൈഹിസ്സലാം മസീഹ് വന്നപ്പോൾ ആഘോഷിക്കേണ്ടിയിരുന്ന ആളുകളിൽ നിന്ന് മറ്റ് എതിർപ്പ് കാണിച്ച നബിമാർക്ക് അല്ലാഹു തആല പല സ്ഥലത്തേക്കും അഭയം നൽകി പറഞ്ഞയച്ചതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പലസ്തീനിൽ അഭയം നൽകി, അതുപോലെ പല നബിമാർക്കും വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് അഭയം നൽകിയതുപോലെ ഈസാ അലൈഹി ഇസ്ലാം വന്നപ്പോൾ തൗറാത്തിന്റെ വാഹകരായ ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹു തആല മറിയം ബീവിക്കും മകനായ ഈസാ അലൈഹി ഇസ്ലാമിനും അഭയം നൽകേണ്ടി വന്നു എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കാനാണ് ഇവിടെ പറയുന്നത്. എന്തിനാണ് പറയുന്നത്? ജൂതന്മാർ അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് മക്കയിലെ മുശ്രിക്കുകൾ കാണുന്നുണ്ട്. അവർ കിതാബിൻ്റെ ആളുകളല്ല. കിതാബിൽ പറഞ്ഞതുപോലെ ഈസാ അലൈഹി സ്വലാം വന്നപ്പോൾ അവർ ധിക്കരിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർ ജൂതന്മാരായത്. അതിൽ വേറൊരു സംഗതി കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതേ തൗറാത്തിൽ പറഞ്ഞ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി ആണല്ലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ തൗറാത്തിൽ പറഞ്ഞത് ജൂതന്മാർ അംഗീകരിക്കുന്നില്ലല്ലോ എന്ന ഒരു ചോദ്യം മുശ്രിക്കുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ തൗറാത്തിൽ പറഞ്ഞ നബിയാണ് മുഹമ്മദ് എങ്കിൽ എന്തുകൊണ്ട് ജൂതന്മാർ ഇത് അംഗീകരിക്കുന്നില്ല? അപ്പോൾ ജൂതന്മാർ ഇത് മാത്രമല്ല അംഗീകരിക്കാത്തത്, ബനി ഇസ്രായേല്യനായ അവർ കാത്തിരുന്ന അവർ അത്ഭുതകരമായി ആയത്തായിട്ട് കണ്ട ഈസാ അലൈഹി സ്വലാമിനെയും മകനെയും ഉമ്മയെയും രണ്ടും കൂടി ഒരു മഹാദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തം അംഗീകരിക്കാത്ത ആളുകളാണ് ജൂതന്മാർ എന്ന് പറഞ്ഞാൽ അവർ ഈസാ അലൈഹി സ്വലാമിനെ ധിക്കരിച്ച് തന്നെ ദലാലത്തിലായിപ്പോയ ആളുകളാണ്. അവർ പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുക എന്ന് പറയുന്നത് വളരെ വിദൂര സാധ്യത മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിലപാട് വെച്ചുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിലയിരുത്തിയാൽ മുമ്പ് ഫിറൗനിനും ആദിനും സമൂദനുമൊക്കെ പറ്റിയ അബദ്ധമായിരിക്കും നിങ്ങൾക്കും പറ്റാൻ പോകുന്നത് എന്ന് വ്യംഗ്യേന സൂചിപ്പിക്കുകയാണ് ഈ ചരിത്രം ഇവിടെ ഇങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശം. പറഞ്ഞത് ഈസാ അലൈഹി സ്വലാം ഉമ്മയും കൂടി ഒരു ആയത്തായിരുന്നു എന്നും അവരുടെ ചരിത്രവുമാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ അവരെ ജനങ്ങൾ തള്ളിക്കളഞ്ഞത് കൊണ്ടൊന്നും അവർ പരാജയപ്പെടുകയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്നത്തെ അനുയായികൾക്ക് അത് വേഗം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അഥവാ ഖുറൈശികൾ അംഗീകരിക്കുന്നില്ലാത്തത് കൊണ്ടൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തകർന്നു പോകാനോ ഇല്ലാതെയായി പോകാനൊന്നും പോകുന്നില്ല. ഈസാ അലൈഹി സ്വലാമിനെ എല്ലാവരും കൈവിട്ടിട്ടും അല്ലാഹു തആല അഭയം നൽകിയിട്ടുണ്ട്. ഇവിടെ ഇത് പറയുന്നത് മക്ക മുശ്രിക്കുകൾക്ക് ഈ ജൂതന്മാരുടെ ദലാലത്ത് വ്യക്തമാകുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ജൂതന്മാർ അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതറൈസേഷൻ ഇല്ലാത്തതാകുകയില്ല. കാരണം അതിനേക്കാളും മുമ്പ് അവർ അതിലും വലിയ ദലാലത്ത് ചെയ്തു കഴിഞ്ഞതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ പറയുന്നത് എന്നർത്ഥം. അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദ്റ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.